ಇನ್ನು ಬೇಲಾಸ ಉಚ್ಚಲಬಿಂದ ರಜೆ ಬೆಲ್ಯಾಸ ರಜೆ ಇದು ನಬಿರ ಕಾಲത്തിൽ ಇಲ್ಲ ಅಂತ. ഇടീ വാര ഇടീ ക്ലാസ് അബൂബക്കർ സിദ്ദീഖ് ഞങ്ങളെ കാലത്തിലും അതേപോലെ ഇടീ ക്ലാസ് എല്ലാ വാര. ഉമർ ഇബ്നുൽ ഖത്താബ് അധികാരത്തിൽ വന്നപ്പ പല രാജ്യ പല സ്റ്റേറ്റുങ്ങ കൺട്രിങ്ങ ഇസ്ലാമായി അയാളെ അധീനത്തിൽ. അങ്ങനെ ഒരു കാലത്തിൽ ഏതാ ഒരു ഭാഗത്തേക്ക് പടയ്ക്ക് പോയിന്നാറ് സ്വഹാബത്തിനെ കൂട്ടിയോണ്ടു. അങ്ങനെ പോയാൽ ബണ്ടത് കാണ്ടില്ല, കുറേ സമാനായിട്ട് ബണ്ടത് കാണ്ടില്ല. ഈ കാണ്ടില്ലാണ്ടാകുമ്പോൾ മദീനക്കാർ ഹൈറാനായാർ, വിപുരത്തിലായാർ. എൻ്റെ രാജാവ് ആർ കൊന്നാറാ, എവിടെ മർഡറായിത്താ, എവിടെ ജിഹാദിലും ഷഹീദായറാ. ഈയന മദീനക്കാർ വരെ പരിഭ്രമിച്ചാർ. ഈയന ഇക്കുമ്പത്തുകു മദീനക്കാർ എല്ലാവരും ഇതേ സബ്ജക്റ്റിലായാർ. എവിടെ പോയിട്ട് എന്തേ കാണ്ടില്ല എന്ത് അങ്ങനെ ഇക്കുമ്പത്തുകു നാളെ ബണ്ട് നാളെ അസർക്ക് രാജാവ് കൂടെ വന്ന് എത്രയും ചൊല്ല വിഷയം വന്ന്. ഇപ്പത്തെ പോലെ മൊബൈല് അതൊന്നും ഇല്ലല്ലേ, ഫോണാക്കണോ. നാളെ അസർക്ക് കൂടെ ബണ്ട് അസറുക സുബൈക്ക ബണ്ട് ചെന്നിട്ട് വിഷയം എടുത്ത് മദീനക്കാർക്ക് സന്തോഷമായി പോയിട്ട്. സന്തോഷായത് മാത്രമല്ല, മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിക്കലെങ്കിത്തെ മുത്തഅല്ലിം മക്ക, ഹിഫ്ളാക്കലെങ്കിത്തെ മക്ക, ബാക്കി ശരീഅത്ത് പഠിക്കലെങ്കിത്തെ മക്ക. എത്രമാ നൂറുകണക്കിൽ ഇന്നറ മക്ക. ഈ മക്ക എല്ലാം ശരിയാറ് മദീനത്തെ ബാലക്കാർ അതുപോലെ ബൈസരങ്ങ എല്ലാവരും സേരിട്ട് രാജാവ് ബണ്ട് ചെറുക്കു എതിർപോയാർ. സാധാരണ എതിർപോയാർ മുന്നോളു രാജാവിനെ വെൽക്കം ആക്കണു. അതിൽ ഫസ്റ്റ് കുല്ലേ മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിക്കലെങ്കിത്തെ മക്ക ആയിട്ടിക്കിടും. ഈ മക്കളെ രാജാവ് കണ്ടെത്തി പാലക്കാരൻ നോക്കിയിട്ട് ഈ ഒരു സംരംഭത്തെ നോക്കിയിട്ട് അതിശയമായർ. ഇതെന്തൊരു ഇത്തരത്തോളം ഇങ്ങനത്തെ ഒരു സംരംഭം ആയിട്ടില്ലല്ലേ, ഇതെന്തോ. അങ്ങനെ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ഒരു ഘോഷണാക്കിയാർ. ഇണ്ടിൽ പിന്നെ ബേലാസ ഉച്ചൽ പിന്നെ ബെല്യാസ രജ ഖുർആൻ ഓതിര മക്കവും ഖുർആൻ ഹിഫ്ളാക്കിടങ്ങും ബാക്കി ശരീഅത്ത് പഠിക്കിടങ്ങും എല്ലാവർക്കും രജ ബേലാസ ഉച്ചൽ പിന്നെ ബെല്യാസ എന്നിട്ട് രാജാവ് ഘോഷണാക്കിയിട്ട് അതിൽ ലാസ്റ്റിൽ ചൊന്തു ഇതൊക്കെ വിപരീതമായിട്ട് ആരെങ്കിലും നടന്നെങ്കിൽ ബേലാസ ഉച്ചൽ പിന്നെ ബെല്യാസ വോത്താക്കിയിട്ട് ആരെങ്കിലും നടന്നെങ്കിൽ അതിൽ ഹൈറും ബർക്കത്തും ഇല്ലാണ്ടായി പോട്ടു ചൊന്തു പറഞ്ഞാൽ അർത്ഥവിടല്ലേ. ഇതൊക്കെ ഞാൻ ഘോഷണാക്കിയേക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും ഒരു ജമാത്തിൽ അങ്ങ് ബെല്യാസ വോത്താക്കിയാറ്, ബേലാസ ഉച്ചൽ പിന്നെ വോത്താക്കിയാറ്, അതിൽ ഹൈറും ബർക്കത്ത് ഇല്ലാണ്ടായി പോട്ടു ചെന്നാൽ. ഈ സബ്ജക്റ്റ് ഷറഹുൽ ഹുബാബുൽ ഇബ്നു ഹജറുൽ ഹൈതമി ചൊന്നുറു. ഈ ബേലാസ ഉച്ചൽ പിന്നെ ബെല്യാസ രജായക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ കാരണാൻ അലിയു സിബ്രാമുല്ലസി ചൊല്ല ഹോജാങ്ങ ചൊന്നറാറ് ഷർക്കാവിലും ചൊന്നറാറ്. ഈ സബ്ജക്റ്റില് ഈ രാജാവ് ഘോഷണായതിലെ സബ്ജക്റ്റില് രണ്ട് ഹോജാക്കന്മാരും അങ്ങനെ കിതാബിൽ ചൊന്നറാറ്. അപ്പൊ അതുകൊണ്ട് ഊടം വന്നേരം ഓർക്ക രണ്ട് പട്ട ബേലാസ ഓത്താക്കുക ബെല്യാസ ഓത്താക്കുക ഞാറാസ റജാക്കുവാൻ. അപ്പൊ നാ വിഷയം ഇങ്ങനെ ഉണ്ടു. അതിൽ ഹൈറും ബർക്കത്ത് ഇല്ലാണ്ടായി പോട്ടുകൊണ്ട് അങ്ങ് ദ്വാർന്നിടാറ്. അപ്പൊ അതിൽ ഹൈറും ബർക്കത്ത് ഇല്ലാണ്ടായി പോവും.